നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് വാഗമണ്ണിലെ മഞ്ഞുമൂടിയ മലനിരകളിലേക്കാണ്. 2 വർഷം മുൻപ് അവിടെ നടന്ന ഇന്നും തെളിയാത്ത ആ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ രുദ്രൻ നായരും സംഘവും എത്തുകയാണ്. ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് തുടങ്ങാം. കുഞ്ഞുമോനെ, ആ ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ കാണും. ഒരു ഗ്ലാസ് എടുത്തേ. ഈ മുട്ടിന്റെ വേദന വീണ്ടും തുടങ്ങുന്നുണ്ട്. ഈ മഴ തുടങ്ങിയ പിന്നെ ഇതാണ് അവസ്ഥ. ഉണ്ട് സാറേ, നല്ല ചൂടുണ്ട്. ഇടുക്കിന്ന് വരുമ്പോ മേടിച്ച നല്ല ചുക്കുണ്ടിതില്. സാറ് കുടിച്ചോ. ഇതിൻ്റെ ഇടയിൽ ഈ പാലായിൽ ആ സ്ഥലം കാണാൻ പോകണമായിരുന്നോ? കുഞ്ഞുമോൻ, ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് ക്രഞ്ചിങ് സൗണ്ട്? ആ പരിപ്പ് വടയുടെ മണം ഈ കാറിനകത്ത് ആകെ പരക്കുകയാണ്. ആൻഡ് രുദ്രൻ സാർ, ആ കട്ടൻ കാപ്പി ഷുഗർ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തണേ. നിങ്ങളുടെ പ്രായത്തിൽ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ മഴയത്ത് വാഗമണ്ണിലേക്ക് വണ്ടി ഓടിക്കുന്നത് അത്ര സേഫ് അല്ല. ദ വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 10 മീറ്റേഴ്സ്. കറുത്ത മഹീന്ദ്ര ബൊലേറോ വാഗമണ്ണിലെ കൊടും വളവുകൾ കയറുകയാണ്. പുറത്ത് കോടമഞ്ഞൊരു പുതപ്പ് പോലെ വഴിയെ മൂടിയിരിക്കുന്നു. പാലായിൽ ഒരു സുഹൃത്തിന്റെ വസ്തു കാണാൻ പോയതായിരുന്നു രുദ്രൻ നായർ. റിട്ടയർമെന്റിന് ശേഷം ചെറിയൊരു കൃഷിയും വീടുമായി ഒതുങ്ങിക്കൂടണമെന്നത് അയാളുടെ ചിന്തയാണ്. പക്ഷേ വിധി അയാൾക്ക് കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. രുദ്രൻ കാപ്പി ഊതി കുടിച്ചുകൊണ്ട്, പാലായിലെ ആ സ്ഥലം കൊള്ളാൻ ഫെലിക്സ്. പുഴയോരമാണ്. പക്ഷേ ആ അപ്രോച്ച് റോഡിന്റെ കാര്യത്തിലാണ് സംശയം. കുഞ്ഞുമോനെ, നീ ആ എമിലി ജേക്കബിന്റെ കാര്യം അന്വേഷിച്ചോ? അവളുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു സാറേ. പക്ഷേ അവൾക്ക് വലിയ ഗുണമൊന്നും കിട്ടിയില്ല. കെട്ടിയവൻ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഏതോ ലോട്ടറി കടയിൽ ഇരിപ്പുണ്ട്. കഷ്ടം തന്നെ. നോക്കിയേ, SP കുരുവിള സാറാണ്. ഈ നേരത്തെന്തിനാവോ? രുദ്രൻ: സർ, വണക്കം. അതെ, വാഗമൺ കയറുകയാണ്. എന്താണ് സാർ? SP കുരുവിള ഫോണിലൂടെ ഗൗരവത്തിൽ. രുദ്രൻ, താനുടനെ വാഗമൺ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം. ഒരു പഴയ ഫയൽ റീഓപ്പൺ ചെയ്യുകയാണ്. 2015-ലെ ആ ജെയിൻ ഡോ കേസ് ഓർമ്മയുണ്ടോ? വാഗമൺ കൊക്കയിൽ ഒരു പെണ്ണിന്റെ ബോഡി കിട്ടിയത്. അജ്ഞാത മൃതദേഹമെന്ന് പറഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഫയൽ. ഓർമ്മയുണ്ട് സാർ. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുഖം വികൃതമായിരുന്നു. വസ്ത്രങ്ങളും പഴയതായിരുന്നു. എന്തുപറ്റി സാർ ഇപ്പോൾ? ഇന്ന് വൈകിട്ട് അവിടെ ഒരു ചെറിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ആ ബോഡി കിട്ടിയ സ്ഥലത്തിന് കുറച്ചു താഴെ മണ്ണിടിഞ്ഞു വീണപ്പോൾ ഒരു പഴയ ഹാൻഡ് ബാഗ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ളിലൊരു ID കാർഡുണ്ട്. ആ സ്ത്രീയെ നമ്മൾ തിരിച്ചറിഞ്ഞു രുദ്രൻ. മീനാക്ഷി, പാലായിലെ മീനാക്ഷി. അവൾ ആ നാട്ടിലെ അറിയപ്പെടുന്ന സോഷ്യൽ വർക്കറായിരുന്നു. ഒരു തട്ടുകട നടപ്പിക്കാരി, എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. മീനാക്ഷിയോ? പാലായിലെ മീനാക്ഷിയെ എനിക്കറിയാമല്ലോ സാർ. വളരെ നല്ലൊരു സ്ത്രീയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവൾ എങ്ങനെ അവിടെ എത്തി? അതാണ് ചോദ്യം. ഈ കേസ് ലോക്കൽ പോലീസ് അട്ടിമറിച്ചതാണെന്ന് IG-ക്ക് പരാതി പോയിട്ടുണ്ട്. ഫയൽ ക്ലോസ് ചെയ്യാൻ നമുക്ക് ആകെ 7 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ പ്രതിയെ പിടിക്കണം. അല്ലെങ്കിൽ ഈ കേസ് എന്നും ഒരു ദുരൂഹതയായി തുടരും. താൻ ഏറ്റെടുക്കണം. മഴയുടെ ശബ്ദം ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാം. ഫെലിക്സും കുഞ്ഞുമോനും നിശബ്ദരായി. മീനാക്ഷി എന്ന പേര് കേട്ടപ്പോൾ തന്നെ പാലായിലെ ആ തിരക്കേറിയ തട്ടുകടയും ചിരിച്ചു നിൽക്കുന്ന ആ സ്ത്രീയുടെ മുഖവും അവരുടെ ഉള്ളിൽ തെളിഞ്ഞു. മീനാക്ഷി, ദ സോഷ്യൽ വർക്കർ. സർ, ഞാൻ ലണ്ടനിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടുണ്ട് അവളെപ്പറ്റി. ഷീ വാസ് എ സെയിന്റ്. പാവങ്ങളെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ. അവരെ ആരെങ്കിലും കൊല്ലുമോ? ഈശ്വര, നല്ലവർക്കിതാണല്ലോ വിധി. വാഗമണ്ണിലെ ആ കൊക്കയിൽ 2 വർഷം ആ ശരീരം കിടന്നു. ആരും അന്വേഷിച്ചില്ലേ സാറേ? അന്വേഷിച്ചു കാണും കുഞ്ഞുമാനെ. പക്ഷേ അന്വേഷിച്ചവർക്ക് അവളെ കണ്ടെത്തണ്ടായിരുന്നു എന്ന് വരും. ഫെലിക്സ്, നിന്റെ ടാബ്ലറ്റ് എടുത്തേ. മീനാക്ഷിയുടെ ഫാമിലി ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ വേണം. നമുക്ക് വാഗമൺ സ്റ്റേഷനിലേക്ക് പോകാം. അവിടെ ആ ബാഗ് ഇരിപ്പുണ്ട്. സ്റ്റേഷനിലെത്തുമ്പോൾ സമയം രാത്രി 9 കഴിഞ്ഞിരുന്നു. പഴയൊരു ഓടുമേഞ്ഞ കെട്ടിടം. അവിടെ മഞ്ഞ വെളിച്ചത്തിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ആ ബാഗ് ഇരിക്കുന്നു. ചെളിപുരണ്ട തുരുമ്പിച്ച സിപ്പുള്ള ഒരു പഴയ തുകൽ ബാഗ്. ഫെലിക്സ് ഗ്ലൗസ് ധരിച്ച് അത് പരിശോധിക്കാൻ തുടങ്ങി. സർ, ലുക്ക് അറ്റ് ദിസ്. ബാഗിനകത്ത് ഒരു ID കാർഡ് മാത്രമല്ല ഉള്ളത്. കുറച്ച് പഴയ ബില്ലുകൾ, ഒരു ചെറിയ ഡയറി, പിന്നെ ഒരു ലോക്കറ്റ്. ഇതിന്റെ സിപ്പിൽ കണ്ടോ? സം കൈൻഡ് ഓഫ് ബയോളജിക്കൽ റെസിഡ്യൂ ഇസ് സ്റ്റിൽ ദെയർ. മണ്ണ് മൂടിക്കിടന്നതുകൊണ്ട് അത് പ്രിസർവ് ചെയ്യപ്പെട്ടു. രുദ്രൻ, ആ ID കാർഡ് ഇങ്ങ് തന്നെ. രുദ്രൻ ആ കാർഡിലേക്ക് നോക്കി. നനഞ്ഞു കുതിർന്ന ആ കാർഡിലെ ഫോട്ടോയിൽ മീനാക്ഷി ചിരിച്ചു നിൽക്കുന്നു. പക്ഷെ അവരുടെ കണ്ണുകളിൽ എന്തോ ഒരു ഭയം ഒളിഞ്ഞിരിപ്പുന്നെന്ന് രുദ്രന് തോന്നി. രുദ്രൻ, നമ്മുടെ അന്വേഷണം നാളെ രാവിലെ തുടങ്ങും. ആദ്യത്തെ സ്റ്റോപ്പ് പാലായാണ്. അവരുടെ കുടുംബത്തെ കാണണം. 2 വർഷം മുൻപ് മീനാക്ഷി മരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഫെലിക്സ്, വിവരങ്ങൾ വരുന്നുണ്ട് സാർ. ഭർത്താവില്ല. മീനാക്ഷിക്ക് 2 സഹോദരികളുണ്ട്, ശാലിനിയും സുനിതയും. ശാലിനിയുടെ ഭർത്താവ് വിദ്യാധരൻ ഒരു കോൺട്രാക്ടറാണ്. സുനിതയുടെ ഭർത്താവ് രാജീവ്.
ഇവരെല്ലാവരും ഒരേ പറമ്പിലാണ് താമസിക്കുന്നത്. പിന്നെ ഒരു വലിയ തറവാട് സ്വത്തിന്റെ തർക്കവും അവിടെ നടക്കുന്നുണ്ട്. രുദ്രൻ, സ്വത്ത്, അതെപ്പോഴും ഒരു വില്ലൻ തന്നെയാണല്ലോ. ശരി, നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് പോകാം. നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് പാലായിലേക്ക് പോകണം. നമ്മുടെ കയ്യിലാകെ 7 ദിവസമേ ഉള്ളൂ. പാല, മീനച്ചിലാറിന്റെ തീരത്തുള്ള മനോഹരമായ ഈ നാട്, മീനാക്ഷിയുടെ നാട്. രുദ്രൻ നായരും സംഘവും ഇന്നെത്തുന്നത് മീനാക്ഷിയുടെ തറവാട്ടിലേക്കാണ്. കഴിഞ്ഞ 2 വർഷമായി ആ കുടുംബം അവളെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ലഭിച്ചത് ഒരു അജ്ഞാത മൃതദേഹത്തിന്റെ ഫയലായിരുന്നു. ഇന്ന് ആ ഫയലിന് ജീവൻ വെച്ചിരിക്കുന്നു. രുദ്രൻ നായർ ആ വീട്ടിലേക്ക് കയറുന്നത് മീനാക്ഷിയുടെ മരണത്തിന് പിന്നിലെ സത്യം തേടിയാണ്. സർ, ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഹിഡൻ ക്യാമറ വെച്ചാലോ? ഐ ഹാവ് എ ഫീലിംഗ് സംതിങ് ഈസ് നോട്ട് റൈറ്റ് ഹിയർ. കുഞ്ഞുമോൻ, സാറേ, ആ നോക്കിയേ, ആ കാണുന്നതാണ് മീനാക്ഷി അമ്മയുടെ തട്ടുകട. അടഞ്ഞുകിടക്കുകയാണ്. പാലായിലെ ഏറ്റവും നല്ല പൊറോട്ടയും ബീഫും ഇവിടെ കിട്ടുമായിരുന്നത്രേ. പാവം, എത്ര പേരുടെ വിശപ്പടക്കിയ കൈകളാണ്. രുദ്രൻ ആ പഴയ തറവാട്ടിലേക്ക് നടന്നു. വെട്ടുകല്ലിൽ പണിത വലിയൊരു വീട്, മുറ്റത്ത് നിറയെ മരങ്ങൾ, ഉമ്മരത്ത് 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ സഹോദരിമാരായ ശാലിനിയും സുനിതയും. രുദ്രൻ, വണക്കം. ഞാൻ രുദ്രൻ നായർ, ക്രൈം ബ്രാഞ്ച് DYSP. ഇതെന്റെ ടീമാണ്. ശാലിനി, കരച്ചിലിന്റെ വക്കിൽ. സാറേ, ഇന്നലെ ഫോൺ വന്നപ്പോൾ മുതൽ ഞങ്ങൾ സമാധാനമായി ഉറങ്ങിയിട്ടില്ല. അതെന്റെ അനിയത്തി തന്നെയാണോ? അവൾ എങ്ങനെയാണ് ആ വാഗമണ്ണിലെ കൊക്കയിലെത്തിയത്? വിദ്യാധരൻ, ശാലിനിയുടെ ഭർത്താവ്, ഗൗരവത്തിൽ. സർ, ഞാനും ഒരു കോൺട്രാക്ടറാണ്. ഇവിടുത്തെ പോലീസിനോടൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവൾ എങ്ങോട്ടും ഒളിച്ചോടി പോകില്ലെന്ന്. പക്ഷേ അവർ കേട്ടില്ല. അവൾ എപ്പോഴും സോഷ്യൽ വർക്കിന്റെ പേരും പറഞ്ഞ് ഓരോ സ്ഥലത്ത് പോകും. അതുകൊണ്ട് അവർ കരുതി അവൾ ആരുടെയെങ്കിലും കൂടെ പോയതാണെന്ന്. സോഷ്യൽ വർക്ക് എങ്ങോട്ടാണ് മീനാക്ഷി പോകാറുള്ളത്? സുനിത, ഇടുക്കിയിലെ ചില കോളനികളിൽ അവൾ വസ്ത്രങ്ങളും ഭക്ഷണവും കൊടുക്കാൻ പോകാറുണ്ട് സാർ. 2 ദിവസമൊക്കെ അവിടെ നിൽക്കും. അന്നും പോയത് അങ്ങനെയാണ്. പക്ഷെ പിന്നെ വന്നില്ല. അരവിന്ദാക്ഷൻ, പിന്നെ വരുന്നതെങ്ങനെയാ? അവൾക്കവിടെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സാറേ, ഞാൻ അരവിന്ദാക്ഷൻ, മീനാക്ഷിയുടെ അപ്പന്റെ അനിയനാണ്, ഈ കുടുംബത്തിന്റെ കാരണവൻ. അരവിന്ദാക്ഷൻ വന്നതൊരു കൊടുങ്കാറ്റുപോലെയാണ്. അയാളുടെ മുഖത്ത് ദുഃഖമില്ല, പകരം ഒരുതരം ദേഷ്യമാണ്. രുദ്രൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ വല്ലാത്തൊരു ക്രൂരത ഒളിഞ്ഞിരിപ്പുണ്ട്. രുദ്രൻ ശാന്തനായി. ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ആരെയാണ് അരവിന്ദാക്ഷൻ ഉദ്ദേശിച്ചത്? അതൊക്കെ പോലീസുകാർ കണ്ടുപിടിക്കണ്ടേ? അവൾക്ക് ഈ വീട് വിൽക്കാൻ വലിയ താൽപ്പര്യമില്ലായിരുന്നു. ഈ തറവാട് ഒരു റിസോർട്ടാക്കാൻ ഒരു വലിയ പാർട്ടി വന്നതാണ്. പക്ഷെ മീനാക്ഷി സമ്മതിച്ചില്ല. അവൾ മരിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇത് വിൽക്കാമെന്ന് അവൾക്കറിയില്ലല്ലോ. രാജീവ്, സുനിതയുടെ ഭർത്താവ്, താഴ്ന്ന സ്വരത്തിൽ. അങ്കിൾ, ഈ സമയത്തെങ്കിലും അത് പറയണോ? അവൾ മരിച്ചു എന്ന് കേട്ടതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. ഓ, വലിയ വിഷമം. നീയും ആ ശാലിനിയും കൂടിയല്ലേ ഇത് വിൽക്കാൻ മുൻകൈയെടുത്തത്? ഇപ്പോൾ വലിയ സ്നേഹം കാണിക്കണ്ട. ഫെലിക്സ് ഇതിനിടയിൽ മീനാക്ഷിയുടെ മുറി പരിശോധിക്കാൻ അനുവാദം വാങ്ങി അകത്തേക്ക് കയറി. ആ മുറി കണ്ടാൽ തോന്നും മീനാക്ഷി ഇപ്പോൾ എവിടെങ്കിലും പോയി തിരിച്ചു വരുമെന്ന്. അത്ര വൃത്തിയായി ശാലിനി അത് സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഫെലിക്സിന്റെ കണ്ണുകൾ ഉടക്കിയത് ബെഡിന്റെ തലക്കിലുള്ള ആ ചെറിയ സ്വിച്ച് ബോർഡിലാണ്. ഫെലിക്സ് രുദ്രന്റെ അടുത്തേക്ക് വന്ന്, സർ, സ്മോൾ ക്യാച്ച്. മീനാക്ഷിയുടെ ഫോൺ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അവളുടെ മുറിയിൽ ഒരു ഐഫോൺ ചാർജർ ഇരിപ്പുണ്ട്. She used a basic Nokia phone according to the sisters. Then why an iPhone charger? And look at the dust pattern. It was used recently before she vanished. രുദ്രൻ, ഇത് ശരിയാണല്ലോ. ശാലിനി, മീനാക്ഷിക്ക് ഐഫോൺ ഉണ്ടായിരുന്നോ? അമ്പരപ്പോടെ. ഇല്ല സാർ, അവൾക്ക് ആ പഴയ കീപാഡ് ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചാർജർ, അതവൾ എന്തിനെങ്കിലും മേടിച്ചതാവും. ശരി. അരവിന്ദാക്ഷൻ, മീനാക്ഷി കാണാതാകുന്നതിനു മുൻപ് നിങ്ങളുമായി എന്തെങ്കിലും വഴക്ക് നടന്നിരുന്നോ? വഴക്ക് എന്ന് പറഞ്ഞാൽ പോരാ സാർ, അവൾ എന്നെ കൊല്ലുമെന്നുവരെ പറഞ്ഞു. ഈ വസ്തുവിന്റെ ആധാരം അവൾ അവളുടെ പേരിൽ മാറ്റി എഴുതിച്ചു. അതെങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അവളൊരു കൊച്ചു കള്ളിയായിരുന്നു സാർ. പുറത്ത് കുഞ്ഞുമോൻ തന്റെ പണി തുടങ്ങിയിരുന്നു. അയൽവാസികളുമായി വർത്തമാനം പറഞ്ഞ് മീനാക്ഷിയുടെ രഹസ്യങ്ങൾ അയാൾ ചോർത്തുകയാണ്. പഴയൊരു ചായക്കട നടത്തുന്ന പാപ്പൻ എന്നൊരാളാണ് കുഞ്ഞുമോന് വലിയൊരു ക്ലൂ കൊടുത്തത്. കുഞ്ഞുമോൻ, പാപ്പൻ ചേട്ടാ, മീനാക്ഷി അമ്മയെ ആരെങ്കിലും കാണാൻ വരാറുണ്ടോ? രാത്രിയിലോ മറ്റോ? പാപ്പൻ ചുറ്റും നോക്കി രഹസ്യമായി. ഉണ്ട് മോനെ, ആർക്കും അറിയില്ല. മിക്കവാറും ശനിയാഴ്ചകളിൽ രാത്രിയിൽ ഒരു വെള്ള കാർ ഇങ്ങോട്ട് വരും. മീനാക്ഷി അതിൽ കയറിപ്പോകും. തിങ്കളാഴ്ച പുലർച്ചെ വരും. സോഷ്യൽ വർക്കിന് പോകുകയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. പക്ഷേ ആ വണ്ടി ഓടിച്ചിരുന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആരാണെന്നറിയാമോ ചേട്ടാ? ഇല്ല, പക്ഷെ ആ വണ്ടിയുടെ പുറകിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഷാഡോ എന്ന്. രുദ്രൻ, അരവിന്ദാക്ഷൻ,
മീനാക്ഷിയെ നിങ്ങൾ കൊന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവൾ മരിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. അതുകൊണ്ട് പാല വിട്ടുപോകരുത്. ഫെലിക്സ്, നമുക്ക് ആ തട്ടുകടയൊന്ന് തുറന്നു പരിശോധിക്കണം. വിദ്യാധരൻ: സർ, അത് വേണ്ട സാർ, അവിടെ ഒന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായി അത് അടഞ്ഞുകിടക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് വിദ്യാധരൻ പേടിക്കുന്നത്? കുഞ്ഞുമോനെ, ആ പൂട്ട് പൊട്ടിച്ചേ. ഫെലിക്സ്: സർ, ലുക്ക് അറ്റ് ദിസ്. ലോക്കറിനകത്ത് മീനാക്ഷിയുടെ ഡയറിയുണ്ട്, പിന്നെ കുറച്ചു പണവും. പക്ഷേ അതിലും വലുത് ഇതാ, ഒരു മെഡിക്കൽ റിപ്പോർട്ട്. എന്തിന്റെ റിപ്പോർട്ടാണ്? പ്രഗ്നൻസി ടെസ്റ്റ് സർ. മീനാക്ഷി മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു, പക്ഷേ അവൾക്ക് ഭർത്താവില്ലല്ലോ. ദെൻ ഹൂസ് ചൈൽഡ് വാസ് ഇറ്റ്? അന്വേഷണത്തിന്റെ 3-ാം ദിവസം. പാലായിലെ ആ വലിയ തറവാട്ടിലെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. മീനാക്ഷി എന്ന വിശുദ്ധയ്ക്കു പിന്നിൽ ആരും കാണാത്ത ഒരു ലോകമുണ്ടായിരുന്നു. പണവും പ്രണയവും ചതിയും നിറഞ്ഞൊരു ലോകം. ഇന്ന് രുദ്രൻ നായരും സംഘവും പരിശോധിക്കുന്നത് മീനാക്ഷിയുടെ സാമ്പത്തിക ഇടപാടുകളാണ്. ഫെലിക്സ്: സർ, ദിസ് ഈസ് അൺബിലീവബിൾ. മീനാക്ഷിയുടെ പേഴ്സണൽ അക്കൗണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്തു. ഷീ വാസ് നോട്ട് ജസ്റ്റ് എ സോഷ്യൽ വർക്ക്. ഓരോ മാസവും 1 ലക്ഷം രൂപ വീതം ഒരു നിശ്ചിത അക്കൗണ്ടിലേക്ക് അവൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സോഴ്സ് ഓഫ് ഹർ ഇൻകം അത് ഈ തട്ടുകടയിൽ നിന്നല്ല. ഷീ വാസ് റിസീവിംഗ് ലാർജ് സംസ് ഫ്രം ആൻ ഓഫ് ഷോർ അക്കൗണ്ട് ഇൻ ദുബായ്. രുദ്രൻ: ദുബായിൽ നിന്നോ? മീനാക്ഷിക്ക് ദുബായിൽ ആരാണുള്ളത് ഫെലിക്സ്? അവളുടെ കുടുംബത്തിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല സർ, ശാലിനിയുടെയും സുനിതയുടെയും ഭർത്താക്കന്മാർ ഇവിടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കൂ, മീനാക്ഷി പണം അയച്ചിരുന്നത് അഭയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു അക്കൗണ്ടിലേക്കാണ്. അത് ശരിക്കും ഒരു ട്രസ്റ്റാണോ എന്ന് സംശയമുണ്ട്. ഇറ്റ്സ് അഡ്രസ് ഇസ് എ ഫേക്ക് വൺ ഇൻ കോട്ടയം. രുദ്രൻ കാൽമുട്ടിലൊന്ന് തടവിക്കൊണ്ട്: ഈ മഴയത്ത് ഈ മുട്ടിന്റെ കാര്യം കഷ്ടം തന്നെ. ഫെലിക്സ്: ആ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയണം. കുഞ്ഞുമോൻ എവിടെ? അവൻ ആ വണ്ടിയുടെ കാര്യം നോക്കാൻ പോയതല്ലേ? കുഞ്ഞുമോൻ കിതച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. സാറേ, സാറേ, കിട്ടി, ആ വണ്ടി കിട്ടി. സിസ്റ്റേഴ്സ് ഷാഡോ എന്നത് പാലായിലെ ഒരു സ്പോർട്സ് ക്ലബിന്റെ വണ്ടിയാണ്. പക്ഷേ അത് സ്ഥിരമായി വാടകയ്ക്കെണിക്കാറുള്ളത് നമ്മുടെ രാജീവാണ്. രുദ്രൻ: രാജീവോ? സുനിതയുടെ ഭർത്താവ്? കുഞ്ഞുമോൻ: അതെ സാറേ, സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. രാജീവ് ആഴ്ചയിലൊരിക്കൽ ആ വണ്ടിയെടുക്കും. ശനിയാഴ്ച രാത്രി എടുത്തിട്ട് തിങ്കളാഴ്ച രാവിലെ തിരിച്ചു കൊടുക്കും. മീനാക്ഷി അമ്മയെ കാണാതായ ആ ആഴ്ചയും രാജീവ് ആ വണ്ടി എടുത്തിരുന്നു. രുദ്രൻ ആലോചനയിലാണ്ടു. മീനാക്ഷിയുടെ ഇളയ സഹോദരി സുനിതയുടെ ഭർത്താവാണ് രാജീവ്. അയാൾക്ക് മീനാക്ഷിയുമായി എന്താണ് ബന്ധം? എന്തിനാണ് അയാൾ ആ രഹസ്യയാത്രകൾ നടത്തിയത്? രുദ്രൻ ഉടനെ അരവിന്ദാക്ഷനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി. രുദ്രൻ: അരവിന്ദാക്ഷൻ, നിങ്ങൾ ആ തറവാട് വിൽക്കാൻ നോക്കിയ കാര്യം ഞാൻ അറിഞ്ഞു. പക്ഷേ മീനാക്ഷി തടസ്സമായി. അന്ന് നിങ്ങളവിടെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? അരവിന്ദാക്ഷൻ വിയർത്തുകൊണ്ട്: ഇല്ല സാറേ, ഞാൻ വെറുതെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണ്. പക്ഷേ അവൾക്ക് രാജീവുമായി എന്തോ ഇടപാടുണ്ടായിരുന്നു. അവർ തമ്മിൽ എപ്പോഴും രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, മീനാക്ഷി ഒരു പുണ്യവതിയൊന്നുമല്ല. അവൾക്ക് പുറത്ത് വേറെ ലോകമുണ്ടായിരുന്നു. രുദ്രൻ: രാജീവും മീനാക്ഷിയും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അരവിന്ദാക്ഷൻ: പ്രശ്നമല്ല സർ, സ്നേഹമായിരുന്നു. അവൾക്ക് രാജീവിന് വലിയ കാര്യമായിരുന്നു. പക്ഷെ സുനിതയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അവർ തമ്മിൽ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കാറുണ്ടായിരുന്നു. ഫെലിക്സ്: സർ, ടവർ ഡം റിസൾട്ട്സ് വന്നു. മീനാക്ഷി കാണാതാകുന്നതിന് തൊട്ടുമുൻപ് രാജീവിന്റെ ലൊക്കേഷൻ വാഗമണ്ണിലായിരുന്നു. ആൻഡ് ബോത്ത് ദർ ഫോൺസ് വർ ആക്റ്റീവ് ഓൺ ദ സെയിം ടവർ അറ്റ് 11 PM ദാറ്റ് നൈറ്റ്. രാജീവ് നുണ പറയുകയാണ് സർ. രുദ്രൻ: രാജീവ്, സുഖമല്ലേ? ഞങ്ങളൊന്ന് കൂടി കാണാൻ വന്നതാണ്. ആ സിസ്റ്റേഴ്സ് ഷാഡോ എന്ന വെള്ളവണ്ടി കൊള്ളാൻ കേട്ടോ. വാഗമണ്ണിലെ ആ വളവുകൾ കയറാൻ അത് നല്ലതാണ്. രാജീവ് വിറയലോടെ: സാറേ, അത് ഞാൻ വെറുതെ. രുദ്രൻ: വെറുതെയല്ല രാജീവ്. മീനാക്ഷി കാണാതാകുന്ന ആ ശനിയാഴ്ച രാത്രി നീ ആ വണ്ടിയെടുത്തു. നീ അവളുടെ കൂടെ വാഗമണ്ണിലേക്ക് പോയി. അവിടെ വെച്ച് നീ അവളെ കൊന്നു. സത്യമല്ലേ രാജീവ്? രാജീവ് കരഞ്ഞുകൊണ്ട്: സാറേ, എനിക്ക് തെറ്റുപറ്റി. ഞാനും മീനാക്ഷിയും തമ്മിൽ 3 വർഷമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവളെ കൊന്നിട്ടില്ല സാർ. ഞാൻ സത്യം പറയാം. ആ രാത്രി ഞങ്ങൾ വാഗമണ്ണിൽ പോയിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ഫോൺ വന്നു. അതിനുശേഷം മീനാക്ഷി എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു. അവൾക്ക് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. അന്വേഷണത്തിന്റെ 4-ാം ദിവസം. സമയം അതിവേഗം കടന്നുപോവുകയാണ്. പോലീസിന്റെ ലോക്കപ്പിനുള്ളിൽ മീനാക്ഷിയുടെ അനിയത്തിയുടെ ഭർത്താവ് രാജീവ് തകർന്നിരിക്കുകയാണ്. അവനും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം പുറത്തുവന്നതോടെ കൊലയാളി അവൻ തന്നെയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. തെളിവുകൾ അവനെതിരാണ്. രുദ്രൻ: രാജീവേ, നിന്റെ DNA സാമ്പിൾ എടുത്തു കഴിഞ്ഞു.
മീനാക്ഷിയുടെ വയറ്റിൽ വളർന്ന കുട്ടിയുടെ അച്ഛൻ നീയാണെന്ന് ലബോറട്ടറി പറയുമ്പോൾ പിന്നെ നിനക്ക് രക്ഷയില്ല. പറയൂ, എന്തിനാണ് നീ അവളെ കൊന്നത്? സാറേ, ഞാൻ പാപിയാണ്. പക്ഷെ ഞാൻ കൊലയാളിയല്ല. ഞാൻ അവളെ ഉപേക്ഷിച്ച് പോന്നതാണ് സത്യം. അവൾ എന്നെ നിർബന്ധിച്ചയച്ചതാണ്. അവൾക്ക് ആരോടോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞുമോൻ. സാറേ, രാജീവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ ഇട്ടിരുന്ന ആ പഴയ പാൻസ് ഞാൻ ഒന്നുകൂടി പരിശോധിച്ചു. അലക്കാതെ വെച്ചിരുന്നതാണ്. അതിൻ്റെ ആ ചെറിയ പോക്കറ്റിൽ നിന്ന് ഇതാ ഒരു ബില്ല് കിട്ടി. ബില്ലോ? എന്തിൻ്റെ ബില്ലാണ്? പാലാ ടൗണിലെ റോയൽ ബേക്കറിയിലെ ബില്ലാണ് സർ. സമയം നോക്കിയ സർ, ആ രാത്രി 11:35 PM, പാലാ. വെയിറ്റ്, 11:35 PM ഇൻ പാലാ. സാറേ, വാഗമണ്ണിലെ ആ കൊലപാതക സ്ഥലം മുതൽ പാലാ ടൗൺ വരെ ഏറ്റവും ചുരുങ്ങിയത് 45 കിലോമീറ്റർ ദൂരമുണ്ട്. ആ മഴയത്ത് ആ വളവുകളിൽ കൂടി വണ്ടി ഓടിച്ചാൽ കുറഞ്ഞത് 1.5 മണിക്കൂർ വേണം. 11 മണിക്ക് വാഗമണ്ണിലുണ്ടായിരുന്ന ഒരാൾക്ക് 11:35 പാലായിലെത്താൻ കഴിയില്ല. ശശിയേട്ടാ, ആ രാത്രി മഴയുണ്ടായിരുന്നു. ഒരു വെള്ളക്കാർ ഇവിടെ വന്ന് നിന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അതിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ? ഓർമ്മയുണ്ട് മോനെ. അയാളുടെ വിരലിൽ വലിയൊരു സ്വർണ്ണമോതിരമുണ്ടായിരുന്നു. ഒരു കോൺട്രാക്ടർമാരൊക്കെ ഇടുന്ന തരത്തിലുള്ള വലിയ മോതിരം. അതിൽ വി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. വിദ്യാധരൻ സാറേ, രാജീവിനെ ഞങ്ങൾ വിട്ടരച്ചു. അവൻ നിരപരാധിയാണ്. ആ രാത്രി മീനാക്ഷിയെ കാണാൻ വന്നത് അവനല്ലെന്ന് ഞങ്ങൾക്കുറപ്പായി. അത് ആ മോതിരമിട്ട ഒരാളായിരുന്നു. അന്വേഷണത്തിന്റെ 5-ാം ദിവസം പാലാ ടൗണിന് പുറത്തുള്ള വിദ്യാധരന്റെ പഴയ ഗോഡൌണിൽ ഇന്നും മരണത്തിന്റെ നിശബ്ദതയാണ്. തുരുമ്പിച്ച ഇരുമ്പും പഴകിയ ചണച്ചക്കകളും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ രുദ്രൻ നായർ ഒരു സത്യം തിരിച്ചറിയുന്നു. സ്നേഹം അതിരുവിടുമ്പോൾ അത് ക്രൂരമായ പകയായി മാറുന്നു. കൊള്ളാം വിദ്യാധരൻ സാറേ, മീനാക്ഷി നിങ്ങളെ വെറുമൊരു അളിയനായിട്ടല്ലേ കണ്ടിരുന്നത്? 10 വർഷത്തെ എന്റെ കാത്തിരിപ്പ് അവൾ ഒരു നിമിഷം കൊണ്ട് ചവിട്ടി മെതച്ചു എന്ന് നിങ്ങൾ തന്നെ പറയുന്നില്ലേ? വിദ്യാധരൻ സാറേ, പണവും സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ ദുബൈയിൽ കഷ്ടപ്പെട്ടത് അവൾക്കു നല്ലൊരു ജീവിതം കൊടുക്കാനാണ്. അവൾ ഗർഭിണിയായപ്പോൾ അത് എന്റെ കുട്ടിയാണെന്ന് ഞാൻ കരുതി. പക്ഷെ അവൾ എന്നെ നോക്കി കളിയാക്കി സർ. ഫെലിക്സ്, ലുക്ക് അറ്റ് ദ സെറേറ്റഡ് എഡ്ജ് രുദ്രൻ സർ. മീനാക്ഷിയുടെ കഴുത്തിലെ മുറിവ് കൃത്യമായി ഈ ബ്ലേഡിന്റെ ഷേപ്പിനോട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ പ്രൊഫഷണൽ ടൂൾ യൂസ്ഡ് ഫോർ ഹൈ ടെൻഷൻ കേബിൾസ്. വിദ്യാധരൻ സാറേ, ഈ ആയുധം വാഗമണ്ണിലെ കൊക്കയിലേക്ക് നിങ്ങൾ എറിഞ്ഞു കാണും. കുഞ്ഞുമോൻ ഫോണിലൂടെ ആവേശത്തോടെ. സാറേ, കിട്ടി. ആ വണ്ടിയുടെ ഡാഷ്ബോർഡിനുള്ളിൽ ഒരു ചെറിയ ഹിഡൻ GPS ട്രാക്കർ വിദ്യാധരൻ വെച്ചിരുന്നു. ആ രാത്രി വാഗമണ്ണിൽ എവിടെയൊക്കെ ആ വണ്ടി നിന്നു എന്ന് ആ ട്രാക്കറിൽ ഇപ്പോഴും ലോഗുണ്ട്. വിദ്യാധരൻ, നിന്റെ പണവും അധികാരവുമൊന്നും ഒരു സത്യത്തെയും അധികകാലം മൂടിവെക്കില്ല. നീ മീനാക്ഷിയെ കൊന്നു. നീ അവളുടെ കഴുത്ത് ആ കേബിൾ കട്ടർ വെച്ച് അറുത്തു. വാഗമണ്ണിലെ ആ മഞ്ഞിൽ നീ അവിടെ തനിച്ചാക്കി പോന്നു. വിദ്യാധരൻ തറയിൽ തകർന്നിരുന്നു. അയാളുടെ സ്വർണ്ണമോതിരം മുറ്റത്ത് ചെളിയിൽ വീണു മങ്ങിപ്പോയി. കുഞ്ഞുമോനും ഫെലിക്സും അയാളെ ബൊളേറോയിലേക്ക് കയറ്റി. മഴ വീണ്ടും കനത്തു പെയ്യാൻ തുടങ്ങി. കുഞ്ഞുമോനെ, ഫ്ലാസ്കിൽ ഇനി കാപ്പിയുണ്ടോ? ഈ കേസ് തീർന്നു. പക്ഷെ ആ മീനാക്ഷിയുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവളൊരു വിശുദ്ധയായിരിക്കണമെന്നില്ല. പക്ഷെ അവൾക്ക് കിട്ടിയ ശിക്ഷ വളരെ വലുതായിപ്പോയി. മീനാക്ഷിയുടെ മരണത്തിനു പിന്നിലെ രഹസ്യം പുറത്തുവന്നു. പക്ഷേ പാലായിലെ ആ വലിയ തറവാട്ടിലെ മുറിവുകൾ ഇനി എപ്പോഴുണങ്ങും? പുറമേ കാണുന്ന വിശുദ്ധിയുടെ മുഖമൂടികൾക്ക് പിന്നിൽ ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങളാകാം. മീനാക്ഷിക്ക് അവളുടെ ജീവിതത്തിന്റെ വിലയാണ് നൽകേണ്ടി വന്നത്. ഈ അന്വേഷണ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരം അന്വേഷണങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മീനാക്ഷിയുടെ ജീവിതത്തെക്കുറിച്ചും ഈ അന്വേഷണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. രുദ്രൻ നായരുടെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ കേസുമായി നമ്മൾ വീണ്ടും കാണും.